യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതലുള്ള ചില വാക്യങ്ങൾ. അവിടെ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് പരിശോധിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. കർത്താവ് തന്നെക്കുറിച്ച് തന്നെ ഒരു സാക്ഷ്യമായി ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിൽ വന്ന കാലത്ത് യേശു ആരാണ് എന്നുള്ള കാര്യത്തിൽ യഹൂദന്മാർക്ക് സംശയവും തർക്കവും എന്നും നിലനിന്നിരുന്നു. യേശു പറഞ്ഞിട്ടുള്ള അധികം കാര്യങ്ങളും ശിഷ്യന്മാരോടാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവായി ചില വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ വചനങ്ങൾ അധികവും തൻ്റെ ശിഷ്യന്മാർക്കാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശു ഇവിടെ പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ്. ആ കാര്യം തന്നെ ഒന്നുകൂടി തെളിവായിട്ട് പറയുന്നു, ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അപ്പോൾ സർവ്വ മനുഷ്യർക്കും വെളിച്ചവും ജീവനും നൽകുന്ന ഒരു നീതി സൂര്യനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു മറിയയുടെയും യോസേപ്പിൻ്റെയും മകനെന്ന് ജനം വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഈ ജ്ഞാനം, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ, യേശുവിൻ്റെ വിശിഷ്ടമായ സ്വഭാവ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അസാധാരണ മനുഷ്യനാണെന്നുള്ള ചിന്ത ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും പൊതുവിൽ യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ കഴിയില്ലെന്ന്. അപ്പോൾ യേശുവിൻ്റെ അവകാശവാദവും അതുതന്നെയാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന കർത്താവ്. 13-ാം വാക്യത്തിൽ പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ ശരിയായാലും തെറ്റായാലും രണ്ടുപേരെങ്കിലും സാക്ഷി പറയണം ഒരു കാര്യം ഉറപ്പിക്കണമെങ്കിൽ. അതാണ് യഹൂദന്മാരുടെ ഇടയിലുള്ള പൊതുവായ നിയമം. കർത്താവ് പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്നും ജീവൻ്റെ വെളിച്ചമുള്ളവനാണെന്നും ഒക്കെ പറയുമ്പോൾ അതിന് സാക്ഷിയില്ലെന്നാണ് അവർ പറഞ്ഞു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം ഒരിക്കലും അസത്യമാകയില്ല. കാരണം ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാനിനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഞാനിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം
അസത്യമാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് കർത്താവ് തീർത്തു പറഞ്ഞു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകിയാൽ എൻ്റെ വിധി സത്യമാകുന്നു. അപ്പൊ അടുത്ത സാക്ഷിയെ ഇവർക്ക് വെളിപ്പെടുത്തുക കർത്താവ്. അതാരാ അടുത്ത സാക്ഷി ആരാ? എന്നെ അയച്ച പിതാവ്. ഇപ്പൊ രണ്ട് സാക്ഷിയായില്ലേ? അപ്പൊ കർത്താവ് പറയുന്ന കാര്യം ഉറപ്പിക്കാമല്ലോ, രണ്ട് സാക്ഷിയായി. അപ്പൊ പിതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് എൻ്റെ വിധി സത്യമായി തീരുന്നു. രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ കർത്താവിൻ്റെ ഉപദേശങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനും ഉറപ്പ് കൽപ്പിക്കാനും സാക്ഷിയുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടും. എന്നെ അയച്ച പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവർ അവനോട് നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. ഇസ്രായേൽ ജാതിക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. കാരണം എന്താണ്? അബ്രാഹാമിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അബ്രാഹാമിൻ്റെ സന്തതിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ആരോടാ പറയുന്നത്? പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന പുത്രനോടാണ് പിതാവിനെ കുറിച്ച് അറിവ് യഹൂദന്മാർ പറഞ്ഞു കൊടുത്തു. അപ്പൊ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന്. അപ്പൊ ഇതൊരു വലിയ സത്യമാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തും. യേശുക്രിസ്തുവിനെ അറിയാതെ, യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യന് പിതാവായ ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാനും ഗ്രഹിക്കാനും കഴിയുകയില്ല എന്നാണ്. ആ സത്യമാണ് ഇവിടെ യഹൂദന്മാർക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾ എന്നെ ആകട്ടെ അറിയുന്നില്ല, എൻ്റെ പിതാവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അബ്രഹാം ഞങ്ങൾക്ക് പിതാവാണെന്ന് നിങ്ങൾ ഉള്ളം കൊണ്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പ്രവൃത്തി കൊണ്ട് അബ്രഹാമിൻ്റെ മക്കളല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ യഹൂദന്മാർക്ക് കലി വരാതിരിക്കുമോ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. അബ്രഹാമിൻ്റെ മക്കളാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ ദൈവത്തെ അറിയുന്നുണ്ട്. അപ്പോൾ അന്ന് പ്രത്യക്ഷത്തിൽ കർത്താവ് ആ വന്നിരിക്കുന്ന ജാതിയുടെ ഇടയിൽ അബ്രഹാമിനെ ആകട്ടെ യേശുവിനെ ആകട്ടെ പിതാവിനെ ആകട്ടെ തിരിച്ചറിയുന്ന ഒരു തലമുറയല്ലായിരുന്നു അത്. അപ്പൊ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ് പിതാവിനെ അറിയാൻ കഴിയുള്ളൂ. എട്ടാം അധ്യായം 23-ാം വാക്യം
കർത്താവ് പറയുന്ന കാര്യം, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. കീഴിൽ നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവരാ, ഭൗമികന്മാരാണ് നിങ്ങൾ. ഞാനോ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. ആ കാര്യം തന്നെ കർത്താവ് ഒന്നോടെ വിശദമാക്കുവാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയുള്ളവൻ എന്നെ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കർത്താവ് വന്നിരിക്കുന്നത് പാപത്തിൽ ഇരിക്കുന്ന മനുഷ്യരാശിയെ മോചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ കർത്താവിൽ വിശ്വസിക്കാതെ നിങ്ങൾ പോയാൽ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ യഹൂദജാതിയെ മാത്രം സംബന്ധിച്ചല്ല, മുഴുവൻ മനുഷ്യരാശിയെ സംബന്ധിച്ചും ഇതാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പൂർണ്ണമായ അറിവ്, ഞാൻ മേലിൽ നിന്നുള്ളവൻ, അതായത് പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. അതായത് പിതാവിന്റെ അടുക്കൽ നിന്നാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നിരിക്കുന്നത്. പുനരുത്ഥാന ശേഷം യേശുക്രിസ്തു വീണ്ടും പിതാവിന്റെ അടുക്കിലേക്ക് തന്നെ പോകും. വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വെറും ജഡപ്രകാരമുള്ള ഒരു അറിവും കാഴ്ചയെ യഹൂദന്മാർ പ്രതീക്ഷിക്കുന്നു. അതിലപ്പുറം ക്രിസ്തുവിനെ കുറിച്ച് ഒരു അറിവും പരിജ്ഞാനവും യഹൂദന്മാർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? അവർ അബ്രഹാമിനെയോ ദൈവത്തെയോ സ്നേഹിച്ചിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. കാരണം എന്താ? ദൈവം അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ പഴയ നിയമങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിന്റെ ഉടമസ്ഥന്മാരായി തീർന്ന ഇസ്രായേൽ ഇതൊന്നും കൂട്ടാക്കിയില്ല, ഒന്നും വിശ്വസിച്ചുമില്ല. അവരുടെ മോശയുടെ ന്യായപ്രമാണം, അതിനുവേണ്ടി അവർ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായിട്ടാണ് നടക്കുന്നത്. പക്ഷെ മോശ പറഞ്ഞു, എന്നെ പോലെ ഒരു പ്രവാചകൻ ഭാവിയിൽ നിങ്ങൾക്ക് എഴുന്നേൽപ്പിക്കപ്പെടും, ദൈവം നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇരുന്ന് ഛേദിക്കപ്പെടും. അപ്പൊ ഇവിടെ കർത്താവിന്റെ ഒന്നാമത്തെ വരവിൽ ആ പ്രവാചകൻ യേശുവാണെന്ന് വിശ്വസിച്ച ശിഷ്യന്മാര് കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിനു വേണ്ടി ജീവിക്കുകയും പിതാവിൻ്റെയും പുത്രന്റെയും ആ നാമത്തിനു വേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ആ കാലത്തും ഈ യഹൂദജാതി ഒന്നടങ്കം കർത്താവിനും ശിഷ്യന്മാർക്കും ശത്രുക്കളായിത്തീർന്നു. പറഞ്ഞാൽ അവർ ദൈവത്തോട് ശത്രുതയുള്ളവരായിത്തീർന്നു. അതിനവർക്ക് ശിക്ഷയും കിട്ടി. പക്ഷെ മുഴുവൻ മനുഷ്യരാശിയെയും, യഹൂദനെ മാത്രമല്ല
ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവനും അനുഗ്രഹങ്ങളും കൊടുക്കുവാൻ ആണ് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചിരിക്കുന്നത്. അത് ജാതി വ്യത്യാസമില്ല, സ്ഥലകാല വിവേചനമില്ല. ഭൂമിയിൽ ജനിച്ച് മരിച്ച ഏതൊരാൾക്കും, ഇനി ജനിക്കാനിരിക്കുന്നവർക്കും കർത്താവിൻ്റെ മറുവില അത് ജീവൻ്റെ പ്രകാശത്തിലേക്ക് ആയിത്തീരുവാൻ ഉതകുന്നതാണ്. അപ്പം ഈ വിധത്തിലുള്ള തിരിച്ചറിവ് ആണ് ഓരോ വ്യക്തിക്കും ആവശ്യമായിരിക്കും. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ ആ ബലി പൂർത്തിയാക്കുകയും കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഇനി കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. അപ്പോൾ ആ രണ്ടാമത്തെ വരവിൽ ഈ ബലിയുടെ പ്രയോജനങ്ങൾ യഹൂദന് മാത്രമല്ല സകല ജാതികൾക്കും നൽകപ്പെടും. അങ്ങനെ നൽകപ്പെടുവാൻ വച്ചിരിക്കുന്ന പ്രമാണം നിങ്ങൾ വിശ്വസിക്കണം എന്നാണ്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഈ പ്രമാണമാണ് നിലവിൽ വരാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം.